പണ്ട് ഭാരതം ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു. ഒരു ഇന്ത്യൻ കർഷകൻ ഒരു പശുവുമായി സായിപ്പന്മാരുടെ വാതിലിൽ മുട്ടിവിളിച്ച് എലീറ്റ് സ്പേസ് ക്ലബിൽ ഞങ്ങൾക്കും ഒരു ഇടം വേണം എന്ന് പറയുന്നതായിരുന്നു ആ കാർട്ടൂൺ. ഇപ്പോൾ മറ്റൊരു കാർട്ടൂൺ വന്നിട്ടുണ്ട്. അതേ സായിപ്പന്മാർ അവരുടെ ഉപഗ്രഹങ്ങളുമായി അന്നത്തെ കർഷകനും പശുവും ഇരിക്കുന്ന ചേംബറിൽ വന്ന് ഞങ്ങൾക്കിത്തിരി സ്ഥലം തരുമോ എന്ന് ചോദിക്കുന്നതാണ് ആ കാർട്ടൂൺ. റോക്കറ്ററിയിലെ ഏറ്റവും വലിയ തത്വം ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമമാണ്. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതിപ്പോഴെന്തിനായി പറയുന്നത്? ബഹിരാകാശത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കോടികൾ വീശിയെറിഞ്ഞാണ് അമേരിക്കയും റഷ്യയും ചൈനയുമൊക്കെ നടത്തുന്ന ബഹിരാകാശ വെടിക്കെട്ടുകൾ നടക്കുന്നതെങ്കിൽ ചൈനയുടെ 10-1 വെറും 13,000 കോടിയാണ് ഭാരതത്തിൻ്റെ സ്പേസ് ബജറ്റ്. ആ പരിമിതികൾക്കകത്തൊതുങ്ങി നിന്ന് സർക്കാർ ശമ്പളത്തിൽ അർപ്പണബോധത്തോടെ കഠിനാധ്വാനം നടത്തിയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയെ ഉയരങ്ങളിൽ എത്തിച്ചത്. ഇപ്പോഴിതാ LVM-3 M6-ൻ്റെ വിജയകരമായ ലോഞ്ചിലൂടെ 2 ഹെവി ലിഫ്റ്റ് ലോഞ്ചുകൾ 1.5 മാസത്തിനുള്ളിൽ നടത്തിക്കൊണ്ട് ISRO മറ്റൊരു ചരിത്രം എഴുതിയിരിക്കുന്നു. ഭാരതത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായ അമേരിക്കയുടെ ബ്ലൂബേർഡ് അതീവ കൃത്യതയോടെ വിക്ഷേപിച്ചു എന്നതിനേക്കാളൊക്കെ വലിയ മാനങ്ങളുള്ള ലോഞ്ചാണിത്. ലോകം ഉറ്റുനോക്കുന്ന ഒരു ശക്തിയായി ഇന്ത്യയുടെ ISRO മാറിക്കഴിഞ്ഞു. സാധാരണ ചെറിയ ഉപഗ്രഹങ്ങൾ അയച്ചിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ലോകത്തെ ഏത് വലിയ ഭാരത്തെയും ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയുന്ന ബാഹുബലി റോക്കറ്റുകളുടെ കാലത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഇന്നലെ നടന്ന LVM-3 M6 മിഷനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഈ വിക്ഷേപണം ചരിത്രപരമായി? ഇതിലൂടെ ഇന്ത്യ നേടുന്ന ലാഭമെന്ത്? വരാനിരിക്കുന്ന ഗഗൻയാൻ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഈ വിക്ഷേപണത്തിൻ്റെ പങ്കെന്ത്? നമുക്ക് നോക്കാം. റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം. ISROയുടെ കാര്യം പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഐക്കോണിക് ചിത്രമുണ്ട്. തുടക്കകാലത്ത് ഒരു റോക്കറ്റിൻ്റെ ചുണ്ട്, അതായത് നോസ്കോൺ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കിളിൽ കൊണ്ടുപോകുന്ന രംഗമാണ്. ഇപ്പോൾ ബാഹുബലി റോക്കറ്റിൻ്റെ നോസ്കോൺ കൊണ്ടുപോകുന്നത് ഏതാണ്ട് 64 ചക്രങ്ങളുള്ള ഒരു ഹെവി വെയ്റ്റ് ട്രക്കിലാണ്. പണ്ട് ഒരു മനുഷ്യൻ്റെ മുട്ടുവരെ മാത്രമേ ഈ നോസ്കോണിന് ഉയരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബാഹുബലി റോക്കറ്റിൻ്റെ നോസ്കോണിന് 10 മനുഷ്യരുടെ ഉയരമുണ്ട്. ഇത് കേവലം ഫോട്ടോകളല്ല, ISRO എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ വളർച്ചയുടെ കഥയാണ്. ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ നടന്നത് LVM-3 ബാഹുബലി റോക്കറ്റിൻ്റെ തുടർച്ചയായ 9ാമത്തെ വിജയകരമായ വിക്ഷേപണമാണ്. ഇത് അത്യപൂർവമായ ഒരു റെക്കോർഡാണ്. ലോകത്തിൽ വിശ്വാസ്യത തെളിയിച്ച അനേകം റോക്കറ്റുകളുണ്ട്. റഷ്യയുടെ വോസ്റ്റോക്ക്, സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ, നാസയുടെ അറ്റ്ലസ്, ചൈനയുടെ ലോങ് മാർച്ച് എല്ലാം മികച്ച വിക്ഷേപണ വാഹനങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ആദ്യ വിക്ഷേപണങ്ങൾ പരാജയമായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ട് ഒരു പരാജയത്തിൽ നിന്നും കറക്ഷനുകൾ വരുത്തിയാണ് ഇവയെല്ലാം പിന്നീട് മികച്ച റോക്കറ്റുകളായത്. നമ്മുടെ തന്നെ ഏറ്റവും വിശ്വസ്തമായ മീഡിയം റേഞ്ച് റോക്കറ്റായ PSLVയുടെ ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു. GSLV ആദ്യകാലത്തെ പകുതിയോളം ലോഞ്ചുകൾ ദുരന്തങ്ങളായിരുന്നു. എന്നാൽ 2014 ക്രയോജനിക് എഞ്ചിൻ ഇല്ലാത്ത സബോർബിറ്റൽ ലോഞ്ച് മുതൽ ഇന്നലെ നടന്ന ബ്ലൂബേർഡ് ലോഞ്ച് വരെയുള്ള ബാഹുബലിയുടെ എല്ലാ വിക്ഷേപണങ്ങളും വിജയകരമായിരുന്നു. എന്നു മാത്രമല്ല അതീവ കൃത്യവുമായിരുന്നു. 2017-ലെയും 2018-ലെയും 2 ഡെവലപ്മെൻ്റൽ ലോഞ്ചുകൾക്ക് ശേഷം 3ാമത്തെ ലോഞ്ച് ഓപ്പറേഷണലായിരുന്നു. അതും ചാന്ദ്രയാൻ 2. സാധാരണഗതിയിൽ 2-3 എക്സ്പെരിമെൻ്റൽ ലോഞ്ച്, 3-4 ഡെവലപ്മെൻ്റൽ ലോഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷണൽ ലോഞ്ച് തുടങ്ങുകയുള്ളൂ. ഇതിനിടയിൽ ഏതെങ്കിലും ഫെയിലായാൽ പിന്നെയും വൈകും.
അതായത് ഒരു റോക്കറ്റിൻ്റെ ആദ്യത്തെ പരീക്ഷണ വിക്ഷേപണം കഴിഞ്ഞ് യഥാർത്ഥ ഓപ്പറേഷണൽ ലോഞ്ചിലേക്ക് എത്താൻ കുറഞ്ഞത് 10 വർഷവും 10-12 ലോഞ്ചും വേണ്ടിവരും. എന്നാൽ ഒരു എക്സ്പെരിമെൻ്റൽ ലോഞ്ച്, 2 ഡെവലപ്മെൻ്റൽ ലോഞ്ച് എന്നിവ കഴിഞ്ഞ് 2019 അതായത് 5 വർഷത്തിനകം ബാഹുബലി ചാന്ദ്രയാൻ വിക്ഷേപിച്ചുകൊണ്ട് പൂർണ്ണ റോക്കറ്റായി മാറി. ഈ റെക്കോർഡ് ലോകത്ത് മറ്റൊരു റോക്കറ്റിനുമില്ല. ഓർക്കണം, സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് ഇതുവരെ 11 ലോഞ്ചുകൾ കഴിഞ്ഞു. സംഗതി എങ്ങും എത്തിയിട്ടില്ല. ബാഹുബലി ഇതുവരെ നടത്തിയ 6 ഓപ്പറേഷണൽ കൊമേഴ്സ്യൽ ലോഞ്ചുകളിൽ 3 എണ്ണവും പൂർണ്ണമായി വിദേശ ഉപഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. സാധാരണഗതിയിൽ അനേകം ലോഞ്ചുകൾ കൃത്യമായി നടത്തി കഴിവ് തെളിയിച്ച റോക്കറ്റുകളിൽ മാത്രമേ വിദേശ കമ്പനികൾ വിക്ഷേപണങ്ങൾക്ക് വേണ്ടി സമീപിക്കാറുള്ളൂ. നമ്മുടെ PSLVയിലൊക്കെ വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ 6-7 ലോഞ്ചുകൾ കഴിഞ്ഞാണ്. എന്നാൽ 2022 വൺവെബിൻ്റെ 35 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്ത വിക്ഷേപണം LVM-3 ബാഹുബലിയുടെ 2ാമത്തെ മാത്രം ഓപ്പറേഷണൽ ലോഞ്ചായിരുന്നു. അതിനുശേഷം അവരുടെ തന്നെ അടുത്ത ബാച്ച് 35 ഉപഗ്രഹങ്ങളെ കൂടി ഈ റോക്കറ്റ് വിക്ഷേപിച്ചു. അമേരിക്കയിലെ AST സ്പേസ് മൊബൈൽ എന്ന കമ്പനിയാണ് ബ്ലൂബേർഡ് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത്. 500 കിലോമീറ്റർ പരിധിയിലുള്ള ലോവർ ഓർബിറ്റിൽ 60 ഉപഗ്രഹങ്ങളെ വിന്യസിച്ച് പൂർണ്ണമായും ഭൂമി മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ 60 ഉപഗ്രഹങ്ങളാണ് അവർ വിക്ഷേപിക്കുന്നത്. നമ്മുടെ മൊബൈലിലേക്ക് ബഹിരാകാശത്ത് നിന്നും നേരിട്ട് ഇൻ്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതിയാണിത്. സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് പദ്ധതി 15,000-ഓളം ചെറിയ നാനോ ഉപഗ്രഹങ്ങൾ 200 കിലോമീറ്റർ ഓർബിറ്റിൽ പ്ലേസ് ചെയ്യുന്നതാണ്. എന്നാൽ ബ്ലൂബേർഡ് ഉപഗ്രഹങ്ങൾ വളരെ വലുതും ഹെവിയുമാണ്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ ഭാരം 220 കിലോഗ്രാം ആണെങ്കിൽ ബ്ലൂബേർഡിൻ്റെ ഭാരം 6500 കിലോഗ്രാമാണ്. ഒരു ഉപഗ്രഹം ഓർബിറ്റിലെത്തിയാൽ അവയുടെ പാനലുകൾ വിടർത്തുമ്പോൾ ഏതാണ്ട് 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. അവ ഓരോന്നും ഒന്നിന് പിന്നാലെ ഒന്നായി ബഹിരാകാശത്തുകൂടി നീങ്ങുമ്പോൾ ഒരു ഒഴുകുന്ന മൊബൈൽ ടവറുകൾ പോലെ പ്രവർത്തിച്ച് നമ്മുടെ മൊബൈലിലേക്ക് തുടർച്ചയായി സിഗ്നലുകൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. 2026 ഓരോ 45 ദിവസത്തിലും ഓരോ ഉപഗ്രഹം വെച്ച് വിക്ഷേപിച്ച് എത്രയും വേഗം ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പൂർത്തിയാക്കാനാണ് AST ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി അവർ സ്പേസ് എക്സുമായും ബ്ലൂ ഒറിജിനുമായും ഒക്കെ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ISROയും അവരുടെ വിശ്വസ്ത പങ്കാളിയായി മാറി. അടുത്ത വർഷം ബ്ലൂബേർഡിൻ്റെ 3-4 സാറ്റലൈറ്റുകൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിക്കും. അങ്ങനെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് രംഗത്തെ 2 പ്രധാന കമ്പനികൾ, UK-യിലെ വൺവെബ്, അമേരിക്കയിലെ AST എന്നിവരുടെ ഒരു ലോഞ്ച് പാർട്ട്ണറായി ISRO മാറുകയാണ്. അതും മറ്റൊരു നേട്ടമാണ്. ഇപ്പോൾ വിക്ഷേപിച്ച ഉപഗ്രഹം 500 കിലോമീറ്റർ ഉയരത്തിലാണ്. അതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് 2 കിലോമീറ്റർ മാത്രം. 10% അതായത് 50 കിലോമീറ്റർ വരെ അനുവദനീയമായിടത്താണ് ഈ 2 കിലോമീറ്റർ. ഈ പ്രിസിഷൻ കാരണം ഉപഗ്രഹത്തിൻ്റെ ആയുസ് ഒരുപാട് കൂടും. ബാഹുബലിയുടെ വിശ്വസ്തതയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതാണ് പറഞ്ഞത്, ഇൻ്റർനാഷണൽ ലോഞ്ച് മാർക്കറ്റിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ എന്നാൽ ഏറ്റവും വിശ്വാസ്യതയുള്ള വർക്ക് ഹോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: LVM-3 അഥവാ ബാഹുബലി. LVM-3 വിക്ഷേപണം വിജയിച്ചു എന്നത് ഇന്നൊരു വാർത്തയേ അല്ലാതായി കഴിഞ്ഞു. ചിത്രയും ശങ്കർ മഹാദേവനും നന്നായി പാടി, MD വാസുദേവൻ നായർ നല്ല കഥ എഴുതി, സുകുമാർ അഴീക്കോട് നന്നായി പ്രസംഗിച്ചു എന്നതൊക്കെ പറയുന്ന പോലെയുള്ളൂ ഇപ്പോൾ LVM-3യുടെ വിക്ഷേപണ വിജയവും. ഇവിടെ അതിനപ്പുറം ഒരുപാട് മാനങ്ങളുണ്ട്. അതിൽ പ്രധാനം ഈ റോക്കറ്റ് കൊണ്ടുവരാൻ പോകുന്ന ബിസിനസ്സാണ്. കടുത്ത മത്സരം നിലനിൽക്കുന്ന അന്താരാഷ്ട്ര വിക്ഷേപണ മാർക്കറ്റിൽ ഇന്ത്യയെ ഒരു ഫ്രണ്ട് റണ്ണറാക്കുന്നതിൽ ഈ റോക്കറ്റിനും വിക്ഷേപണത്തിനും വലിയ സ്ഥാനമുണ്ട്. ഒരു 6-7 കൊല്ലം മുമ്പ് വർഷത്തിൽ ഒരു ലോഞ്ച് നടന്നാൽ ഭാഗ്യം എന്നതായിരുന്നു അവസ്ഥ. അവിടെയാണ് 2 മാസത്തിൽ താഴെ 2 ഹെവി ലിഫ്റ്റ് ലോഞ്ച് നടത്തിയത്. അതിലെന്താ ഇത്ര വലിയ കാര്യം എന്നാവും ചിന്തിക്കുന്നത്. നോക്കൂ, ഒരു വിക്ഷേപണം കഴിഞ്ഞാൽ ആ ലോഞ്ച് പാട് താറുമാറായി പോകും. വിക്ഷേപണ സമയത്തെ ഭീകരമായ ചൂടിലും കുലുക്കത്തിലും റോക്കറ്റിനെ ഉറപ്പിച്ചു നിർത്തുന്ന ടവറും അവിടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം തവിട് പൊടിയാകും.
അടുത്ത വിക്ഷേപണത്തിനു വേണ്ടി ഈ പാഡ് റെഡിയാക്കാൻ ഏറ്റവും കുറഞ്ഞത് 1 മാസം വേണം. ശ്രീഹരിക്കോട്ടയിൽ 2 ലോഞ്ച് പാഡുണ്ട്. എങ്കിലും ഇതെല്ലാം സൂക്ഷ്മമായി മെറ്റിക്കുലസായി ചെയ്യണം. അതിനാളും അർത്ഥവും സമയവും എല്ലാം വേണം. അതിനേക്കാൾ സങ്കീർണമാണ് റോക്കറ്റ് അസംബ്ലി. ഓരോ പ്രാവശ്യവും ലോഞ്ച് ചെയ്യാൻ റോക്കറ്റ് 0-ൽ നിന്നുണ്ടാക്കണം. റോക്കറ്റിൻ്റെ ആയിരക്കണക്കിന് ഘടകങ്ങൾ രാജ്യത്തെ പല സെൻറ്ററുകളിലാണ് ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം തുമ്പയിൽ റോക്കറ്റ് ബോഡി, കൺട്രോൾ സിസ്റ്റംസ്, വലിയമലയിൽ വികാസ് എഞ്ചിൻ, മഹേന്ദ്രഗിരിയിൽ ക്രയോജനിക് എഞ്ചിൻ, ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ എന്നിവ അങ്ങനെ ബാംഗ്ലൂർ, അഹമ്മദാബാദ് തുടങ്ങി പല സെൻറ്ററുകളിൽ നിന്നും ഇതെല്ലാം ശ്രീഹരിക്കോട്ടയിൽ എത്തിക്കണം. ഈ ആയിരക്കണക്കായ ഘടകങ്ങളെല്ലാം അസംബിൾ ചെയ്യുന്നത് വെഹിക്കിൾ അസംബ്ലി ബിൽഡിംഗ് എന്ന കൂറ്റൻ കെട്ടിടത്തിലാണ്. അതിൽ ഒന്നൊന്നായി മുകളിലേക്ക് അടുക്കി ഘടിപ്പിച്ചാണ് റോക്കറ്റ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഏറ്റവും അവസാനം വിക്ഷേപിക്കേണ്ട പേലോഡ് ഉപഗ്രഹത്തെ റോക്കറ്റിൻ്റെ നോസ്കോണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓരോ ഘട്ടത്തിലും കർശനമായ റിവ്യൂ നടക്കും. അസംബ്ലിങ് കഴിഞ്ഞാൽ റോക്കറ്റിനെ 1 കിലോമീറ്റർ അകലെയുള്ള ലോഞ്ച് പാഡിലേക്ക് കൊണ്ടുപോകണം. ഒച്ചിഴയുന്ന വേഗത്തിൽ അരിച്ചരിച്ചാണ് ഈ ഭീമാകാരൻ സ്ട്രക്ചറിനെ പാഡിലെത്തിക്കുന്നത്. അവിടെ എത്തി ലോഞ്ച് ടവറിൽ ഫിറ്റ് ചെയ്ത് വീണ്ടും റിവ്യൂ ചെയ്യണം. അപ്പോഴാണ് 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൗണ്ട് ഡൗൺ തുടങ്ങുന്നത്. കൗണ്ട് ഡൗണിൻ്റെ ഓരോ ഘട്ടത്തിലായി ദ്രവ ഇന്ധനങ്ങൾ നിറയ്ക്കും. UDMH, നൈട്രിക് ആസിഡ്, ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ, പ്രഷർ ഹീലിയം എന്നിവ ഘട്ടം ഘട്ടമായി നിറയ്ക്കും. ഈ ഘട്ടങ്ങളിലെല്ലാം ഇവയുടെ ടെമ്പറേച്ചർ, പ്രഷർ തുടങ്ങി എല്ലാ പാരാമീറ്റേഴ്സും കർശനമായി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ധനമെല്ലാം നിറച്ചു കഴിഞ്ഞ് വീണ്ടും എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യും. അങ്ങനെ ലോഞ്ച് ദിവസം എത്തിയാൽ വീണ്ടും റിവ്യൂ. ആ റിവ്യൂവിലും എല്ലാം ഓക്കെ ആയാൽ നിയന്ത്രണം കമ്പ്യൂട്ടറിന് കൈമാറും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ വക റിവ്യൂ. ഇത്രയുമൊക്കെ ആകുമ്പോഴേക്ക് കൗണ്ട് ഡൗൺ താഴ്ന്ന് 1-2 മിനിറ്റിലെത്തും. അപ്പോഴും റിവ്യൂ നടക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം കമ്പ്യൂട്ടറിന് തോന്നിയാൽ അവിടെ നിർത്തിവെക്കും. വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. എല്ലാം തൃപ്തികരമാകുമ്പോൾ 10 മുതൽ താഴേക്ക് എണ്ണി 0 ലിഫ്റ്റ് ഓഫ്. അപ്പോഴാണ് ഓറഞ്ച് ജ്വാലകൾ തുപ്പിക്കൊണ്ട് റോക്കറ്റ് ഉയരുന്നത്. ആ സമയത്തുണ്ടാകുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ റോക്കറ്റിൻ്റെ താഴേക്ക് ആയിരക്കണക്കിന് ഗ്യാലൻ വെള്ളം പമ്പ് ചെയ്യും. ഇതെല്ലാം പൂർത്തിയായാലേ ഒരു ലോഞ്ച് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ലോഞ്ച് എന്ന അവസ്ഥയിലേക്ക് നാം ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. അടുത്ത മാസം മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്ന പദ്ധതി ഗഗൻയാൻ്റെ ആളില്ലാ ദൗത്യം അൺക്രൂഡ് മിഷൻ വ്യോമമിത്ര എന്ന റോബോട്ടിനെയും കൊണ്ട് നടക്കും. യാത്രികർക്ക് സഞ്ചരിക്കാനുള്ള പേടകം സുരക്ഷിതമായി തിരിച്ചിറക്കും. കഴിഞ്ഞ ദിവസം ഈ ദൗത്യത്തിനുള്ള പാരച്യൂട്ടുകൾ വിജയകരമായി ടെസ്റ്റ് ചെയ്തിരുന്നു. മനുഷ്യർ കയറിയ പേടകം വിക്ഷേപിക്കുന്ന പരിഷ്കരിച്ച LVM-3 ബാഹുബലി അഥവാ ഹ്യൂമൻ റേറ്റഡ് LVMൻ്റെ ആദ്യ വിക്ഷേപണമായിരിക്കും അത്. ഇതിലേക്കെല്ലാമുള്ള വലിയ ഒരു നാഴികക്കല്ലാണ് ബ്ലൂബേർഡ് ദൗത്യത്തിൻ്റെ വിജയം. ഈ ലോഞ്ച് കഴിഞ്ഞപ്പോൾ ISRO ചെയർമാൻ നാരായണൻ സാറിൻ്റെ ഒരു വാചകമാണ് ഏറ്റവും ആകർഷിച്ചത്. The reward for hard work is more work. We are having lot of program in our hand and we have to accomplish everything perfectly in a very systematic way. Reward for good work is more work. നല്ല പ്രവൃത്തിക്കുള്ള അംഗീകാരം കൂടുതൽ പ്രവൃത്തിയാണ്. അതെ, ISROയിലെ മഹാതപസ്വികൾ അടുത്ത ലോഞ്ചിൻ്റെ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.